ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ച് നോക്കിയാലോ. യേശുവിൻ്റെ കരച്ചിൽ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് തളികയിലെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കിയാലോ. കരയുന്ന യേശുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലവട്ടം നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. തൻ്റെ സ്നേഹനിധിയായ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപ് അവൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവാജ്യമായ നെടുവീർപ്പുകളോടെ കണ്ണീർ പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 35-ാം തിരുവചനം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകരമായ വഴികളെയെല്ലാം പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് തീവ്രമായ വേഗതയിൽ നാശത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജെറുസലേമിനെയും അതിൽ വസിച്ചിരുന്ന സ്വന്തം ജനത്തെയും നോക്കി യേശു ഇപ്രകാരം വിലപിക്കുന്നു: ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തു നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഗെത്സെമനിയുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെ ഓർത്ത് പര്യാകുലനായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് കരഞ്ഞു യാചിക്കുന്ന യേശുവിൻ്റെ കരച്ചിൽ ബലഹീനതയുടെ പ്രതീകമല്ല. വീണ്ടും ഇതാ കാൽവരിയുടെ നെറുകയിൽ കുരിശിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തനായി വിലപിക്കുന്ന യേശുവിൻ്റെ കരച്ചിലിൻ്റെ സ്വരവും നാം അനേകം വട്ടം കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ മരണവും അത്യധികം വേദനാപൂർണമായിരുന്നു. യേശു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നാണ് തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു കരഞ്ഞ ഈ കരച്ചിലെല്ലാം ബലഹീനതയുടെ അടയാളമായിരുന്നു. യേശുവിൻ്റെ പരസ്യജീവിതം ഒരിക്കലും നേരിൽ കാണാത്തവനും എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അവൻ്റെ യഥാർത്ഥ ജീവിതം വെളിപാടുകളിലൂടെ കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചവനുമായിരുന്നു വിജാതിയരുടെ അപ്പസ്തലനായ പൗലോസ്ലീഹ. അദ്ദേഹമാണ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രഹസ്യ പ്രാർത്ഥനകളുടെ വേളകളിൽ പലവട്ടം കണ്ണുനീരോടും വിലാപത്തോടും കൂടി കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന യേശുവിൻ്റെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയമൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണ അഭ്യസിച്ചു. കരയുന്ന ഒരു പിതാവിൻ്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പ്രവാചകനായ ഏശയ. പുത്രന് ദുഃഖമുണ്ടായാൽ പിതാവിനോട് പറയാം. പിതാവ് തൻ്റെ ദുഃഖം ആരോട് പറയും? കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലാതിരിക്കെ തൻ്റെ തന്നെ സൃഷ്ടിയായ ആകാശത്തോടും ഭൂമിയോടും തൻ്റെ ദുഃഖം ഏറ്റുപറയുന്ന കണ്ണീരൊഴുക്കി വിലപിക്കുന്ന ഒരു പിതാവിനെ ഏശയ പ്രവാചകൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥതയെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഇത് ഏശയ്യാ പ്രവാചന പുസ്തകത്തിലുള്ള വായനയാണ്. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സകല സമാശ്വാസങ്ങളുടെയും നാഥനായ ഉദ്ധിതനായ യേശു ഈ ഉയർപ്പിൻ്റെ നാളുകളിൽ നമ്മെ എല്ലാവിധത്തിലും ആശ്വസിപ്പിച്ച് നയിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.